കർത്താവെ എടുത്ത തിരുസന്നിധിയിലെ ഈ വർഷത്തിന്റെ അവസാന ബുധനാഴ്ച കർത്താവെ ദൈവത്തിന്റെ തിരുവചനം വീണ്ടും പഠിപ്പാൻ തക്കവണ്ണമായി ഞങ്ങളെ കൂട്ടിവരുത്തി കൃപയ്ക്കായി നിന്നോട് സ്തോത്രം. परमेश्वर इस साल की आखिरी हफ्ते की बुधवार को परमेश्वर आपके वचन से सीखने के लिए मैं इकट्ठा किया, इसलिए धन्यवाद करते हैं। वर्षकाल ഞങ്ങളെ വിട്ട് കടന്നു പോകുന്ന കർത്താവേ, परमेश्वर एक साल जो है हमसे छोड़ के जा रहा है। അവിടുന്ന് ഞങ്ങളെ കണ്ണിന്റെ കൃഷ്ണി പോലെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. आपने हमारे आंखों की पुतली की तरह संभाल के रखा, इसलिए धन्यवाद करते हैं। രാത്രിയിലും കർത്താവേ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ പറ്റിയും അവിടുത്തെ കൃപാവരങ്ങളെ പറ്റിയും ആഴമായി പഠിപ്പാൻ ദൈവമായി കർത്താവ് സഹായിക്കുമാറാകട്ടെ. आज शाम के समय भी आपके पवित्र आत्मा के बारे में और अभिषेक के बारे में सीखने के लिए हमारी सहायता करिए। കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. आपके हाथ में पूरी तरह समर्पण करते हैं। आपने हमारे प्रार्थनाओं को सुन लिया, इसलिए धन्यवाद। നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നണമേ യേശുവിൻ നല്ല പിതാവേ. यीशु मसीह के नाम से हमने प्रार्थना मांगा है, सुनो और कबूल करिए हमारे स्वर्गीय पिता। അറിയാവുന്ന പാട്ട് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പകൽക്കാലം ഒരു മലയാളം പാട്ട് എല്ലാവർക്കും ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. Hallelujah. Hallelujah. Glory to Jesus. Hallelujah. Praise the Lord. Hallelujah. കൃപ ലഭിച്ചവരെല്ലാം സ്തുതിക്കട്ടെ, ദയ ലഭിച്ചവരെല്ലാം സ്തുതിക്കട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, പ്രേമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാതെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന യാതെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മോരിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന, മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മോരിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന, ആരാധന ആരാധന യാതെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന യാതെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. യാക്കോബ് എന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന, കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന, യാക്കോബ് എന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന, കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന, ആരാധന ആരാധന യാതെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന യാതെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മരുഭൂമിയിൽ മന്നാദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന, കർമ്മേൽ എന്ന മലയിൽ അഗ്നി
ആത്മാവിലും സത്യത്തിലും ആരാധന, 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 യാതെന്ന ദൈവത്തിന് ആരാധന, ആമേൻ. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന, 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 യാതെന്ന ദൈവത്തിന് ആരാധന, ആമേൻ. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. സ്വർഗപിതാവേ, നല്ല കർത്താവേ, സന്ധ്യയുടെ യാമത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. परमेश्वर शाम के समय के लिए हम एक बार और आपको धन्यवाद ഒരിക്കൽ करते കൂടെ हैं, അവിടുത്തെ സ്ഥലങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. एक बार और आपके हाथ में समर्पण करते हैं. രാത്രികാലം ഞങ്ങളുടെ ഹൃദയകഥകളെ തുറക്കണം, വചനം ഗ്രഹിപ്പാൻ, പഠിപ്പാൻ, മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ച് നടപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. परमेश्वर आज रात के समय हमारे दिलों को खोल दीजिए, हमारे दिल की दरवाज़ों को खोल दीजिए प्रभु, ताकि हम आपके वचन को सीखने पाए, सुनने पाए, उसके अनुसार चलने पाए. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. आपके पवित्र आत्मा की संगति हम चाहते हैं प्रभु. ഞങ്ങളുടെ ഇടയിലായിരിക്കുന്ന അതേ സാന്നിധ്യം കേൾക്കുന്നവരെ, ശ്രദ്ധിക്കുന്നവരെ, പഠിക്കുവാൻ ആഗ്രഹത്തോടെ കടന്നു വന്നിരിക്കുന്നവരോട് കർത്താവ് അവരുടെ മധ്യത്തിലും ഇടപെടുമാറാകും. परमेश्वर जैसे हमारे बीच में आपकी संगति है प्रभु, वैसे मैं सुनने वालों को, देखने वालों को और वचन सीखने वालों को, हर एक के अंदर आप वो संगति को അനേക डालिए. മടങ്ങുകളായ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർന്നു. परमेश्वर वचन आपके उनके जीवन के अंदर आशीष का कारण बनने पाए. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നണമേ യേശുവിൻ നൽകി. यीशु मसीह के नाम से उन्हें मांगा है प्रभु. ആമേൻ. ഹല്ലേലൂയ. हालेलुया. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के नाम की स्तुति हो. നമുക്ക് വീണ്ടും ഹല്ലേലൂയ ഒരിക്കൽ കൂടെ ആ ദൈവസന്നിധിയിലായിരിക്കാൻ, കർത്താവിന്റെ വചനം പഠിക്കുവാനൊക്കെയും ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യും. एक बार और परमेश्वर के चरणों में बैठने के लिए, उनके वचन से सीखने के लिए, हमारे जीवन में परमेश्वर ने दिया हुआ अच्छे मौके के लिए हम धन्यवाद करते हैं. കർത്താവിന്റെ കരങ്ങളടികളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. परमेश्वर के हाथ में पूरी तरह समर्पण करते हुए उनके वचन से सीखेंगे हम. പരിശ്രമിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതായ പരിശുദ്ധാത്മാവും ദൈവീയ കൃപാവരങ്ങളും എന്നുള്ളതായ വിഷയം ഇന്ന് ഓടുകൂടി പൂർണ്ണമായും തീരും എന്ന് വിശ്വസിക്കട്ടെ. हम जो सीख के आ रहे थे पवित्र आत्मा और उनके अभिषेक के बारे में सीख के आ रहे थे, मैं चाहता हूँ कि आज शाम के समय वो खत्म हो जाए. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ ഒരു പുതിയ സബ്ജക്റ്റോ വീണ്ടും അടുത്ത വർഷം മുതൽ 2021 മുതൽ നമുക്ക് എടുത്ത് പഠിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. परमेश्वर की इच्छा है तो नए साल में एक नए सब्जेक्ट के साथ हम फिर परमेश्वर के वचन से सीखने के लिए चाहते हैं. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എന്നുള്ളതായിരിക്കുന്ന ശുശ്രൂഷകളെ കുറിച്ചായിരുന്നു. हम पिछले दिनों में ये सीखा है कि परमेश्वर यीशु मसीह के चिन्ह और चमत्कार, उनके सेवकाइयों के बारे में हमने सीखा है. നമുക്കറിയാം, നമ്മൾ നവകൃപാവരങ്ങളെ കുറിച്ച് മാത്രം എടുത്ത് പഠിച്ചു. അത് വിവിധ തട്ടുകളായി തിരിച്ച് നമ്മൾ പഠിക്കാനിടയായി. 9 वरदानों के बारे में हमने सीखा, उसको अलग अलग तरीके से हमने सीखा है. അല്ല, അവസാനമായി വരുന്നതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന കൃപാവരം. उसके आखिरी में आने वाला वरदान है जो चमत्कार और चिन्ह करने കഴിഞ്ഞ का. ക്ലാസ്സിൽ നമ്മൾ വായിച്ചു, യേശു ക്രിസ്തു പലയിടങ്ങളിലും പ്രസംഗിച്ചു, അല്ലെങ്കിൽ യേശു ക്രിസ്തു വേദപുസ്തകം വായിച്ചു, അത് എക്സ്പ്ലെയിൻ ചെയ്തു. അവിടെയൊന്നും ആത്മാക്കൾ കൂടി വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. हमने पिछले दिनों में ये भी पढ़ा है कि यीशु मसीह जहाँ जहाँ परमेश्वर के वचन के अंदर से मनादी किया है, वहाँ पे लोग इकट्ठा नहीं हुआ करके हमने देखा. എന്നാൽ എവിടെ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുവാൻ തുടങ്ങിയോ അവിടെയെല്ലാം കർത്താവിന്റെ അടുത്തേക്ക് ആളുകൾ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. लेकिन जहाँ यीशु मसीह चिन्ह और चमत्कार किए थे, वहाँ पे लोग इकट्ठा हुआ करके हम देखते हैं. അതുപോലെ തന്നെയാണ് പിന്നെയുള്ള സമയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. वैसे ही फिर आने वाले समय में भी हुआ है. ശിഷ്യന്മാരും അതുപോലെ തന്നെ അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവര് അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുവാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ തുടർന്ന് സഭയിലേക്ക് കടന്നു വരാൻ തുടങ്ങി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയിലേക്ക് ആത്മാക്കളെ ചേർക്കുവാൻ തുടങ്ങിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. उसके बाद जो उनके चेले लोग भी चिन्ह और चमत्कार के द्वारा अपने सेवकाई शुरू किया, तो लोगों को पवित्र आत्मा इकट्ठा किया करके हम देखते हैं. നമ്മൾ 1-2 ഭാഗങ്ങൾ അതിന് ബന്ധപ്പെട്ടുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിച്ച് നമ്മൾ താഴോട്ട് പോകാൻ പോവുകയാണ്. और उसके अनुसार थोड़ा एक दो वचन पढ़ के हम आगे बढ़ेंगे. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ശമരിയയില് ഫിലിപ്പോസ് ചെയ്ത അത്ഭുതങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുകയാൽ ശമരിയക്കാർ ഫിലിപ്പോസിനെ ഏക മനസ്സോടുകൂടെ ശ്രദ്ധിക്കുകയും അതിനുശേഷം ശമരിയയിൽ സഭ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു നമുക്ക് കാണുവാൻ കഴിയും. प्रेरितों की किताब उसका 8 के 6 में हम ऐसे पढ़ते हैं,
और जो बातें फिलिपुस ने कही उन्हें लोगों ने सुनकर और जो चिन्ह वो दिखाता था उन्हें देख देख कर एक चित्त होकर मन लगाया. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നതാണ്. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. അനേകര് ദൈവസന്നിധിയിൽ കടന്നു വരുവാനായിട്ട് ഇടയായി. ऐसे यीशु मसीह की बातें सुन के बहुत लोग परमेश्वर की संगति में आया. അവിടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ ശിഷ്യന്മാര് അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ ഫിലിപ്പോസ് അത്ഭുതം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ജനങ്ങളുടെ ശ്രദ്ധ യേശുക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ വിഷയങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. वहाँ हम देख सकते हैं कि यीशु मसीह के चेले लोग चिन्ह और चमत्कार के साथ अपनी सेवकाई करने लगा, तब लोग उनके पास इकट्ठे होने लगा. ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ അടുത്ത് സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരെ അദ്ദേഹം അയച്ചിട്ട് ചോദിച്ചു, വരുവാനുള്ള മെസ്സിഹ അങ്ങാണോ അതോ വേറെ ആരെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണമോ എന്ന് ചോദിച്ചു. हाँ, एक बार जो बपतिस्मा देने वाले यूहन्ना के पास जो है उनके पास लोगों को भेज के बपतिस्मा देने वाला यूहन्ना जो है यीशु मसीह के पास लोग अपने चेलों को भेज के पूछा है कि आप ही है हमारा उद्धार करता या हम किसी और की इंतजार करें. കർത്താവ് അവിടെ പറഞ്ഞത്, ഞാൻ ആ ഭാഗങ്ങൾ എടുത്ത് വായിക്കുന്നത് നമുക്കിത് പെട്ടെന്ന് തീർക്കേണ്ടതായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു വേണം. കർത്താവ് അവിടെ പറഞ്ഞത്, കുരുടർ കാണുന്നു, ചെവിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, സ്വർഗരാജ്യം അതിൻ്റെതായ പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് സ്നാപക യോഹന്നാനെ മുന്നോട്ട് പോയി പറയുവിനെന്നാണ് ശിഷ്യന്മാരോട് പറഞ്ഞു വിട്ടത്. तो यीशु मसीह ने उनको जवाब में ऐसे दिया है कि मतलब जो चिन्ह चमत्कार और तुम देख रहे हो, जैसे कि अंधे देख रहे हैं कि लंगड़े चल रहा है, और जो अनंत राज्य की काम जो है इस पृथ्वी में हो रहा है, वो सारी बातें तुम जो देख रहे हो वहाँ पे उनको जाके बताइए. അപ്പോൾ ദൈവരാജ്യം ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രഥമ തെളിവാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നുള്ളത്. तो परमेश्वर की स्वर्ग की राज्य इस पृथ्वी में है करके हम ऐसे कैसे समझ सकते हैं कि परमेश्वर की उस चिन्ह और चमत्कार को देख के. ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനി അടുത്ത് ലുദ്രയിലും ശാലോനിലും ഒക്കെയും അല്ലെ പത്രോസ് ചെയ്തതായ ചില അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ കാണുവാൻ പോവുകയാണ്. लेकिन यीशु मसीह के चेले पत्रुस के द्वारा हुआ कुछ चिन्ह और चमत्कार അനയാസിനോട് യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് തനായി തന്നെ കിടക്കെടുത്ത് വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ ഉടനെ എഴുന്നേറ്റു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന് 34-35 ഞങ്ങൾ വായിക്കുന്നത്. ഷാരോനിലും ലുദ്ദയിലും ഉള്ള എല്ലാവരും കർത്താവിലേക്ക് തിരിഞ്ഞു. वहाँ पे हम देख सकते हैं पतरस ने उससे कहा, मतलब प्रेरितों की किताब उसका 9 का 34 और 35 पढ़ रही हूँ. पतरस ने उससे कहा, हे अननियास, यीशु मसीह तुझे चंगा करता है, उठ अपना बिछौना बिछा. तब वो तुरंत उठ खड़ा हुआ और लुद्या और शरोन के सब रहने वाले उसे देखकर प्रभु की ओर फिरे. നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആദ്യം നമ്മൾ കണ്ടു ഫിലിപ്പോസ് അത്ഭുതങ്ങൾ അടയാളം ചെയ്തപ്പോൾ ആൾക്കാർ ഫിലിപ്പോസിലേക്ക് തിരിഞ്ഞു അല്ലെങ്കിൽ ശ്രദ്ധിച്ചു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ദൈവരാജ്യത്തെ മനസ്സിലാക്കുകയും ദൈവിക സഭ സ്ഥാപിക്കപ്പെടുകയും ചെയ്തതായിട്ട് കാണാൻ കഴിയും. हमें उस फिलिपोस के द्वारा उस चिन्ह और चमत्कार को देख के लोग वहाँ पे इकट्ठे हो गया करके हम देखते हैं. ये फिलिपोस की तरफ उड़ा करके देखते हैं. इसका मतलब है वो लोग उस चिन्ह और चमत्कार के द्वारा परमेश्वर की ओर अपने जीवन को मोड़ दिया कर. അതുപോലെ തന്നെ പത്രോസിന്റെ കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. അവിടെ കാണുന്ന ലുദ്ദയിലും ഷാരോനിലും ഒക്കെയും പത്രോസ് ഈ അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പത്രോസിലേക്ക് ശ്രദ്ധിക്കപ്പെടുകയും അവിടെ സഭ സ്ഥാപിക്കപ്പെടുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. वहाँ पे पत्रुस के द्वारा भी हम देख सकते हैं कि वो चिन्ह और चमत्कार के द्वारा काम करने लगा, तो वहाँ पे लोग इकट्ठे हो गए हैं. അടുത്ത് നമുക്ക് കാണാൻ കഴിയും പത്രോസ് തന്നെ ചെയ്ത ഷാരോൻ കഴിഞ്ഞ് പിന്നെ അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നു, യോപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് പത്രോസ് ഒരു സ്ത്രീയെ, മരിച്ചുപോയ ഒരു സ്ത്രീയെ തബിതായെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവിടെയുള്ളവർ അനേകര് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ടുണ്ട്. അവരാരും പത്രോസിലല്ല വിശ്വസിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും സഭ വളരുകയും ചെയ്യുവാനായിട്ടിടയായി. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യമാണത്. പത്രോസ് മരിച്ചവരിൽ നിന്നും തബിതയെ എഴുന്നേൽപ്പിച്ചപ്പോൾ യോപ്പയിലുള്ള അനേകരെ വിശ്വസിക്കാനായിട്ട് ഇടയായി. प्रेरितों की किताब उसका 9 का 42 में पढ़ते हैं, ये बात सारे याफा ने फैल गई कि बहुत तेरे ने प्रभु पर विश्वास किया. ആമേൻ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കാണുന്നു ഇവിടെ എല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോഴാണ്, ഹല്ലേലൂയ, സ്തോത്രം, അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുക എന്ന് പറഞ്ഞാൽ അസ്വാഭാവികമായിരിക്കുന്ന കാര്യങ്ങൾ, ദൈവത്താൽ മാത്രം ചെയ്യുവാൻ കഴിയുന്ന, മനുഷ്യനാൽ ചെയ്യുവാൻ കഴിയാത്ത
കാര്യങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ദൈവരാജ്യത്തെ പറ്റിയുള്ള ശരിക്കുള്ള വെളിപ്പാട് അല്ലെങ്കിൽ ദർശനം ജനത്തിൽ ലഭിക്കാനിടയായത്. ये जो इंसान से नहीं हो सकता था कि अचंभित बातें जो चिन्ह और चमत्कार जब होने लगा तभी वो लोगों ने परमेश्वर के ऊपर विश्वास करने लगा. ഇനിയും പല ഭാഗങ്ങളുണ്ട്, പക്ഷെ അത് നീളമായിരിക്കുന്ന സ്റ്റാൻസുകൾ അല്ലെങ്കിൽ ദൈവവചനങ്ങളായിരിക്കുന്നതുകൊണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ തരുന്നില്ല. അതിൻ്റെ റെഫറൻസുകൾ പറയാം. നിങ്ങളത് എഴുതിയെടുത്ത് നോട്ട് ചെയ്ത് വീണ്ടും ഒന്ന് അത് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ മനസ്സിലാകും. ഞാനത് വൺ ലൈനായിട്ട് പറഞ്ഞു പോട്ടെ. आगे जो वचन में बता रहे हूँ उसका रेफरेंस नोट करके आप आगे पढ़िएगा क्योंकि ज़्यादा समय लगेगा इसलिए. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ അത്ഭുതങ്ങളും അടയാളം ഞാൻ പറഞ്ഞു വരുന്നതിന് പ്രധാന ഉദ്ദേശം ഒന്നുകൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോട്ടെ. ഈ കൃപാവരങ്ങൾ മുഴുവൻ ദൈവം തന്നിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. सारे वरदान जो परमेश्वर ने हमें जो दिया है वो इसलिए दिया है कि परमेश्वर की राज्य की बढ़ोतरी के लिए. നിങ്ങളത് ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അഭിഷേകം പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവീയ കൃപാവരങ്ങൾ പ്രാപിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ദൈവം തരുന്നതിന് ദൈവത്തിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ദൈവരാജ്യം അഭിവൃദ്ധിപ്പെടണം അല്ലെങ്കിൽ സഭ വളരണം, ദൈവരാജ്യം വളരണം. और परमेश्वर ने आपको कोई वरदान दिया है तो आपको सबसे पहले ये समझना है कि आपको जो वरदान जो मिला है उसके द्वारा परमेश्वर की राज्य की बढ़ोतरी परमेश्वर चाहते हैं. നമ്മളത് ചെയ്യുന്നില്ല എന്ന് വരികിൽ നമ്മൾ ഈ നമുക്ക് നൽകപ്പെട്ട ദൈവീയ കൃപാവരങ്ങൾക്ക് നമ്മൾ ദുരുപയോഗപ്പെടുത്തിയാൽ അതിന് നമുക്ക് ദൈവസന്നിധിയിൽ ഉത്തരം പറയേണ്ടി വരും. अगर आप उसके अनुसार परमेश्वर की इच्छा के अनुसार उस वरदानों का उपयोग नहीं करेंगे, अपनी इच्छा के अनुसार करोगे तो परमेश्वर को आपको जवाब देना पड़ेगा. ലുസ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 14:8 മുതൽ 18 വരെയുള്ള 10-18 വാക്യങ്ങൾ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പൗലോസിന്റെ വാക്കുകൊണ്ട് മുടന്തനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുകയും തുള്ളുകയും ഒക്കെയും ചെയ്തു കണ്ടപ്പോൾ ലുസ്രയിലുള്ളതായിരിക്കുന്ന വ്യക്തികൾ ദേവന്മാരെ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ് ഓടി വന്ന് അവരെ സ്വാഗതം ചെയ്യുന്നത് കാണാൻ കഴിയും. प्रेरितों की किताब उसका 14 अध्याय का 8 से 18 तक अगर आप पढ़ेंगे तो आपको पता चल जाएगा. वहाँ पे लुस्रा देश के अंदर परमेश्वर के यीशु मसीह के चेले लोगों ने प्रेरित लोगों ने जब काम किया है तो वहाँ बहुत ज्यादा लोग वहाँ पे इकट्ठा हो गया करके हम देख सकते हैं. നമ്മൾ വായിക്കുന്ന പൗലോസിന്റെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഈ പ്രവർത്തികൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഈ എന്താ പറയുക ജനം അനേക പുരുഷന്മാരും സ്ത്രീകളും യേശുക്രിസ്തുവിൽ അവിടെ എടുത്തു പറയുന്നുണ്ട് കർത്താവിൽ വിശ്വസിച്ച് സഭയോട് ചേർന്ന് വന്നു. वहाँ पे हम देख सकते हैं कि पौलुस के द्वारा हुआ उस काम को देखकर वहाँ के लोग सारे जो है इकट्ठे होकर परमेश्वर के ऊपर विश्वास किया करके हम देखते हैं. ആമേൻ ഹല്ലേലൂയ. हालेलुया. അപ്പം ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ നിങ്ങളോട് വീണ്ടും എടുത്തു പറയട്ടെ, സഭ വളരണം എന്നുള്ളതാണ്. ये सारे चिन्ह और चमत्कार या परमेश्वर जो भी वरदान आपको देता है उसके द्वारा परमेश्वर ये इच्छा रखते हैं कि परमेश्वर की कलीसिया की बढ़ोतरी हो. ഒന്നുകൂടെ ഇനി എടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതങ്ങളുടെ അടയാളങ്ങളും പ്രാപിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പേ അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നതായ ആ പുസ്തകം അതിനെ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സുവിശേഷങ്ങളും ലേഖനങ്ങളും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നത്. അത് നമ്മൾ പല പ്രാവശ്യം വായിച്ച് എങ്ങനെയാണ് സഭ വളർന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപാവരങ്ങളും പ്രാപിച്ചാൽ അത് പ്രയോജനമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. आमीन. हम अगर परमेश्वर के वचन के अंदर प्रेरितों की किताब को ऐसे देख सकते हैं कि समाचार और सारे पत्रिकाओं को जोड़ने वाला एक पुल के समान है प्रेरितों की किताब. अगर आप अभिषेक पाने से पहले अगर ये प्रेरितों की किताब को पढ़ेंगे तो आपको पूरी तरह वो समझ में आ जाएगा. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിനകത്ത് പത്രോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന വേറൊരു ഭാഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ പത്രോസിനെ കുറിച്ച് വായിക്കുന്ന വേറൊരു ഭാഗമുണ്ട്. प्रेरितों की किताब उसका 5वां अध्याय में पत्रुस के बारे में हमने एक और बात पढ़ सकते हैं. 5:12 മുതൽ താഴോട്ട് ഒരു 16 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ और 5 के उस 12 से लेकर अगर आगे पढ़ेंगे तो അപ്പോസ്തലരുടെ കൈകളാൽ ജനത്തിന്റെ ഇടയിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരികയും പതിവായിരുന്നു. മറ്റുള്ളവരാരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. എന്നാൽ ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിക്കുകയും ചേർന്ന് വരികയും ചെയ്തു. അടുത്ത് 15-16 ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം.
हाँ, उसके 15 और 16 हम पढ़ेंगे. രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിലും വിരിപ്പിന്മേലും കിടക്കുമേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിനെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ച എല്ലാവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. प्रेरितों की किताब उसका 5 का 15 और 16 पढ़ रही हूँ. यहाँ तक कि लोग सॉरी बीमारों को सड़कों पर ला लाकर खाटों और खटोलों पर लिटा देते थे कि जब पतरस आए तो उसकी छाया ही उनमें से किसी पर पड़ जाए. और यरूशलेम के आसपास के नगरों में ही बहुत लोग बीमारों और अशुद्ध आत्माओं के सताए हुओं को ला लाकर इकट्ठे होने थे और सब अच्छे कर दिए जाते थे. കണ്ടോ, നമ്മൾ ശ്രദ്ധിച്ചു, യേശുക്രിസ്തു പ്രസംഗിച്ചപ്പോഴല്ല ആത്മാക്കൾ കടന്നു വരാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ജനം കർത്താവിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. जब पतरस वचन सुनाते थे, यीशु मसीह जब वचन सुनाते थे, तब उनके पास लोग इकट्ठा नहीं हुआ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ യേശുവിനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത്. जब चिन्ह और चमत्कार यीशु मसीह करने लगा, तब लोग वहाँ पे इकट्ठा होने लगा और उनको ध्यान देने लगा. അത് കഴിഞ്ഞ് യേശുവിന്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെന്ന് വിളിക്കപ്പെടുന്നവരുടെ കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. സുവിശേഷം യേശുവിന്റെ പ്രവൃത്തിയെയും അപ്പോസ്തല പ്രവൃത്തി ശിഷ്യന്മാരുടെ പ്രവൃത്തിയെയും കാണിക്കുന്നതാണ്. सुसमाचार जो यीशु मसीह के कामों को और प्रेरितों की किताब जो उनके चेलों के कामों को दिखाते हैं. ശിഷ്യന്മാരിൽ കൂടെയും പരിശുദ്ധാത്മാവാം ദൈവം ആ ദൈവീയ കൃപാവരങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചതായ നവകൃപാവരങ്ങളും വിവിധ നിലകളിൽ വെളിപ്പെടുത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആളുകൾ വരെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. जब उनके चेलों के द्वारा भी चिन्ह और चमत्कार होने लगा तो लोग उनके ऊपर ध्यान देने लगा. അപ്പോൾ 28-ാം അധ്യായം, അതിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ 8 മുതൽ 8-9 ഒക്കെ വാക്യങ്ങൾ വായിക്കുമ്പോൾ പുബ്ലിയോസ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യന്റെ അപ്പനെ പൗലോസ് സൗഖ്യമാക്കുകയും അതിനുശേഷം ആ ശക്തി മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുവാൻ കഴിയുമെന്നും മറ്റുള്ളവർക്ക് സൗഖ്യം ലഭിക്കുവാൻ കഴിയുമെന്നും പറഞ്ഞ് നമ്മൾ ആ ഭാഗം വായിച്ചു. പലരെയും ആ ദേശത്തുള്ള രോഗികളെ കൊണ്ടുവരികയും പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെല്ലാവരും സൗഖ്യമാക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. प्रेरितों की किताब उसका 28वां अध्याय में हम ये भी देख सकते हैं, पतरस ने वहाँ पे काम किया. पुब्लियुस नाम के एक व्यक्ति को चंगा किया है. उनको देख के वहाँ के लोग उनके ऊपर और ध्यान देने लगा और परमेश्वर के ऊपर और मुड़ाए करके हम देख सकते हैं. അപ്പോസ്തല പ്രവൃത്തിയുടെ തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയും. അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. അത് യേശുക്രിസ്തു സുവിശേഷങ്ങളിൽ വായിക്കുന്ന യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളിൽ കൂടെ ദൈവത്തിന്റെ സഭ സ്ഥാപിക്കുകയും സ്വർഗാരോഹണം ചെയ്തു പോവുകയും നമ്മളെല്ലാവരും പറയുന്ന പോലെ ഗ്രേറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ മഹാനിയോഗം ശിഷ്യന്മാരിലേക്ക് പകരുകയും ചെയ്തു. यीशु मसीह जो सुसमाचार के अंदर हम देख सकते हैं कि अपना काम को किया है, अपना चिन्ह और चमत्कार करके लोगों को परमेश्वर के ऊपर मोड़ने के बाद जो अपने स्वर्ग में चला गया है करके, लेकिन वो अपना जो काम जो है आगे का जो काम जो है अपने चेलों के ऊपर സോംബ് के चला जाता है करके हम देखते हैं. മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ അവസാനത്തെ ഭാഗം 16-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ 14 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. അതിനുശേഷം 11 ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ട് അവരുടെ വാക്ക് വിശ്വസിക്കുകയാൽ 16 മുതൽ മർക്കോസ് വിശ്വസിക്കിയാൽ ഹൃദയകാഠിന്യത്തെ ശാസിച്ചു. പിന്നെ അവരോട്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് വളരെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവ് തന്നെ തൻ്റെ അധരം തുറന്ന് പറഞ്ഞാണ്, ഒന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ നമ്മൾ രക്ഷയുടെ അനുഭവം പ്രാപിക്കണം. 2, ആ രക്ഷയുടെ അനുഭവത്തിന്റെ പൂർത്തീകരണത്തിനായി ജലത്തിൽ മുങ്ങി നമ്മൾ സ്നാനപ്പെടണം. और मरकुस समाचार उसका 16 का 14 से पढ़ रही हूँ. पीछे उन 11 को भी जब वे भोजन करने बैठे थे तो दिखाई दिया और उनके अविश्वास और मन की खड़ूरता पर उल्लंघना किया, क्योंकि जिन्होंने उनके जी उठने के बाद उसे देखा था उन्होंने इनकी प्रतीति ना की थी. और उसने उनसे कहा, तुम सारे जगत में जाकर सारी सृष्टि के लोगों को सुसमाचार प्रचार करो. जो विश्वास करे और बपतिस्मा ले उसी का उद्धार होगा, परंतु जो विश्वास ना करेगा वो दोषी ठहराया जाएगा. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് വിശ്വസിക്കാത്തവരെ അവരെ നരക ശിക്ഷാവിധിക്ക് വിധിക്കപ്പെടുകയെന്നും വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നതെല്ലാം കർത്താവ് പറയാൻ കഴിയാണ്. यीशु मसीह ने कहा है कि सारे बातों को जो विश्वास करेगा वो अनंत राज्य में पहुंचेगा और नहीं विश्वास करेगा वो नाश हो जाएगा करके. ഇനി
ഇവിടെ അടുത്ത 2 വാക്യത്തിൽ കർത്താവ് ഈ നവകൃപാവരങ്ങളുടെ ഒരു ബ്രീഫ് അവിടെ വിവരിക്കുന്നുണ്ട്. हाँ, तो 17 और 18 में हम पढ़ेंगे तो पता चल जाएगा वहाँ पे परमेश्वर ने जो 9 वरदानों के बारे में एक छोटा सा बातों में वो सारी बातें बताते हैं. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായത് എന്തെന്നും കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം വരും എന്ന് പറഞ്ഞു. हमें लिखा है और विश्वास करने वालों में चिन्ह होंगे कि मेरे नाम से दुष्ट आत्माओं को निकालेंगे, नई नई भाषा बोलेंगे, सांपों को उठा लेंगे, और यदि वे नाशक वस्तु भी पी जाए तो भी उनकी कुछ हानि न होगी. वे बीमारों पर हाथ रखेंगे और वे चंगे हो जाएंगे. 16 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന അത് ഈ നവകൃപാവരങ്ങളുടെ ഒരു ബ്രീഫാണ്. ये 17 और 18 में जो भी बातें लिखा है वो ये नव वरदानों का एक छोटा सा भाग, मतलब वो सारी बातों को मिला के वहाँ पे 2 लाइनों में लिखा है. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് വായിക്കുന്നുണ്ട്, നിങ്ങൾ യെരുശലേം വിട്ട് ഒരിടത്തും പോകരുത്. उसके बाद हम देख सकते हैं कि यीशु मसीह कह रहे हैं कि तुम यरूशलेम छोड़ के ना जाए. കാരണം അവരുടെ ഉള്ളിൽ ഒരു ഉന്തലുണ്ടായിരുന്നു, കർത്താവ് പോയി കഴിയുമ്പോൾ ആ കർത്താവിന്റെ വേല, ആ ദൈവവേല ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ കർത്താവ് തന്ന നിയോഗം ചെയ്യണമെന്നുള്ള, നിങ്ങൾ പോവുകയും ശുശ്രൂഷിപ്പിൻ സ്നാനപ്പെടുത്തുവിൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പോയി അത് ചെയ്യുവാനുള്ള ഒരു താല്പര്യം അവിടെ ഉള്ളിലുണ്ടായിരുന്നു. तो उनके मन के अंदर ये इच्छा था कि परमेश्वर ने जो बोला वह कामों को पूर्ति करने का. പക്ഷെ അതിനുള്ള ഉന്തൽ അല്ലെങ്കിൽ അഭിഷേകം അവർക്കില്ലായിരുന്നു. लेकिन वो सेवकाई करने का एक अभिषेक उनके अंदर नहीं അതിനുള്ള ശക്തിയും ധൈര്യവും അവർക്കില്ലായിരുന്നു. नहीं तो करने का सामर्थ्य और हिम्मत उनके अंदर नहीं था. അതില്ലാത്തത് കൊണ്ട് അവർ പോയാൽ വിജയിക്കുകയില്ലെന്ന് കർത്താവിന് നല്ലപോലെ അറിയാം. परमेश्वर ये भी यीशु मसीह ये भी जानते थे कि ये हिम्मत और सामर्थ्य उनके अंदर नहीं है, इसलिए वो जाएंगे करेंगे तो वो जब उसमें है जीत नहीं पाएगा. ഇന്നും പലരും ദൈവത്തിന്റെ വേല ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അല്ലെങ്കിൽ ആ ശക്തി, ഞാൻ അന്യഭാഷ സംസാരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അന്യഭാഷ ഒരു അടയാളം മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നുള്ള അടയാളം മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറയപ്പെടണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. हमें अगर परमेश्वर के कामों को पूर्ति करना है या करना है तो हमारे अंदर पवित्र आत्मा की सामर्थ्य और हिम्मत से हमें भरना है. പലരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നുണ്ട്, അതിന്റെ അടയാളമായിരിക്കുന്ന അന്യഭാഷ ലഭിക്കുന്നുണ്ട്, എന്നാൽ ശക്തിയാൽ നിറയുന്നില്ല. बहुत लोग जो है पवित्र आत्मा की जो सामर्थ्य जो बोलते हैं, जो अन्य भाषा बोलते हैं, लेकिन उनके सामर्थ्य से नहीं भरते हैं. ആ ശക്തിയും കൂടെ ലഭിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയൊക്കെയും പോയി എന്റെ സാക്ഷികളാകുന്ന കർത്താവ് പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 1:4-8 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ പൂർത്തിയാകുള്ളൂ. जब आप पवित्र आत्मा की सामर्थ को पा के उनके साथ अभिषेक को पाते हुए उनके सामर्थ भी पाके अब उनकी सेवकाई करेंगे, तभी आप यीशु मसीह ने जैसे कहा है कि तुम पूरे दुनिया में जाके मेरा चेले ठहरोगे करके या मेरा सेवकाई करेंगे करके जो बोला वो बातों को पूर्ति होगा. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ കർത്താവ് പിതാവിൽ നിന്നും ലഭിക്കുന്ന വാഗ്ദത്തം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും പ്രാപിക്കുന്നതിന് വരെ നിങ്ങൾ കാത്തിരിക്കണം. तो यीशु मसीह ने उनको कहा है कि जो पिता से मिलने वाला उस वायदाओं को पूर्ति के लिए या पवित्र आत्मा की आने की इंतजार में तुम लगे रहो. നമ്മളിവിടെ കാണുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് കാണുന്നുണ്ട്, അവിടെ കൂടിയിരുന്ന ഏകദേശം 120ഓളം പേരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകവും പകരപ്പെടുന്നു. हम देख सकते हैं 120 लोग जहाँ पे इकट्ठे हुए थे, उनके ऊपर पवित्र आत्मा की सामर्थ्य उंडेला करके हम देखते हैं. ആ പകരപ്പെട്ട ശക്തിക്ക് ഉള്ളിൽ ഈ നവകൃപാവരങ്ങളും ഉണ്ടായിരുന്നു. उस पाया हुआ उस सामर्थ्य के अंदर ये 9 वरदानों का सामर्थ्य. പിന്നെ അവര് ഇരുന്ന് പ്രാർത്ഥിച്ചു നവകൃപാവരങ്ങൾ പ്രാപിച്ചെടുത്തതായിട്ടൊന്നും നമുക്ക് ഒരിടത്ത് കാണാൻ കഴിയില്ല. उसके बाद उन्होंने बैठ के प्रार्थना करके वरदानों को पाया करके हम कहीं नहीं देखते हैं. ഹല്ലേലൂയ. അപ്പോൾ ആ അത്യന്ത ശക്തി ഒരുമിച്ച് അവരുടെ മേൽ ഇറങ്ങിയപ്പോൾ സഭ വളരുന്നതിന് ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവിക കൃപാവരങ്ങളും ദൈവാത്മാവരുടെ മേൽ പകർന്നു. तो जब उन्होंने प्रार्थना किया तो उस समय जो बड़े सामर्थ्य के अभिषेक उनके ऊपर गिरा था, तो पूरे वरदान उनके अंदर भर गया था. उसके बाद उन्होंने कोई अभिषेक नहीं पाया है. പക്ഷേ അതിനകത്തൊരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പകരപ്പെട്ട ദൈവിക അഭിഷേകം അല്ലെങ്കിൽ കൃപാവരങ്ങളെ അവർ വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. हाँ, लेकिन उनको मिला हुआ उस सारे वरदानों को उन्होंने बहुत अच्छे तरीके से परमेश्वर की इच्छा के अनुसार उन्होंने उपयोग किया. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും കൃപാവരങ്ങൾ പലർക്കും ലഭിക്കുന്നുണ്ടെങ്കിലും അവരത് എത്രത്തോളം വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതായ ഒരു കാര്യം. लेकिन आजकल जो लोग परमेश्वर के वरदानों को पाते हैं
वो कितने लोग उसमें से जो है परमेश्वर की इच्छा के अनुसार उसका उपयोग करते हैं। ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇപ്പോൾ പലരും കൃപാവരങ്ങൾ പ്രാപിക്കുന്നുണ്ടെങ്കിൽ അവരത് എത്രത്തോളം വിശ്വസ്തയോടുകൂടെ, അല്ലെങ്കിൽ വിശ്വസ്തയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവരതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു. हाँ, मैं एक बार और उसको बता रहा हूँ कि जितने लोग परमेश्वर के वरदानों को पाए हुए लोग हैं, उनमें से कितने लोग हैं परमेश्वर की इच्छा के अनुसार या परमेश्वर की कलीसिया की बढ़ोतरी के लिए उसका उपयोग करते हैं। ഒരുപക്ഷെ പലരും അനേകരെ അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൽ കൂടെ ഭൗതിക നന്മകൾ ദൈവം തരുമ്പോൾ അത് നമ്മൾ തെറ്റാണെന്നോ അത് പ്രാപിക്കരുതെന്നൊന്നും അല്ല ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. അത് തരുമ്പോൾ അതിനെ വിനിയോഗിക്കേണ്ട രീതികളിൽ വിനിയോഗിക്കാതെ, അല്ലെങ്കിൽ തങ്ങൾക്ക് തന്നെ സ്വരൂപിച്ച് വെക്കുന്നത് കൊണ്ട് പലപ്പോഴും ദൈവസഭയുടെ എന്താ പറയുക, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലപ്പോഴും സ്റ്റക്കായി പോവുകയാണ്, സോഷ്യൽ വർക്കുകളുമായിട്ടുള്ള. वो अपने जो मिला हुआ वरदानों को दुरुपयोग करने की वजह से जो परमेश्वर की कलीसिया की बढ़ोतरी नहीं और उसकी तरफ होने वाली जो बढ़ोतरी नहीं हो रही है, वो खुद की बढ़ोतरी हो रही है उनकी. വളരെ പ്രയാസമുള്ള പല കാര്യങ്ങളുമുണ്ട്. എങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞു പോകട്ടെ. ഡൽഹിയൊക്കെ സംബന്ധിച്ചുള്ള ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ ഒരു നല്ല മീറ്റിംഗ് നടത്തണമെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വലിയൊരു ഹോളോ ഒരു ഓഡിറ്റോറിയമോ ഇല്ല. मैं अपनी दिल्ली के बारे में ही बता रहा हूँ. जब यहाँ पे है तो अगर मसीह लोगों को अगर इकट्ठा होना हो या उनका कोई प्रेयर चलाना हो तो उसके लिए कोई जगह है ही नहीं है. അത് നമ്മൾ പബ്ലിക്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റിലൊക്കെയും പോയി വാടകയ്ക്ക് എടുക്കുന്ന ഒരു പരിതാപകരമായ അവസ്ഥയിലാണ്. हम दूसरे लोगों के पास जाके या सरकार की तरफ से मिलने वाले जगहों को ढूंढने की जरूरत पड़ती है. അതിന് പിന്നെ പെർമിഷൻ എടുക്കണം, പോലീസ് പെർമിഷൻ എടുക്കണം, MCD പെർമിഷൻ എടുക്കണം, അങ്ങനെ പല കാര്യങ്ങളും അതിന്റെ പുറകിലുണ്ട്. उसके पीछे बहुत सारे नियम रीति है, उसको करना पड़ता है. എന്നാൽ നമ്മുടെ സ്വന്തമായ സ്ഥലമാണെങ്കിൽ, നമ്മുടെ സ്വന്തമായ ഒരു ഓഡിറ്റോറിയമോ ഗ്രൗണ്ടോ ആണെങ്കിൽ നമ്മുടെ മീറ്റിംഗ് അതിന്റെ ഉള്ളിൽ നടത്തുന്നതിന് പോലീസ് പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. लेकिन अपना कोई निजी जगह अगर मसीह लोगों के लिए है तो उसकी कोई नियम रीति की जरूरत नहीं, खुद हम कुछ भी उसके अंदर कर सकते हैं. അതിന് നമ്മുടെ ലീഡർമാരും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ലെന്ന് ദുഃഖകരമായിട്ട് ഞാൻ പറയട്ടെ. हमारे कलीसिया के कोई भी ऐसे जो व्यक्ति है उसके लिए कोई हाथ नहीं बढ़ाया है, उसके लिए कोई कोशिश नहीं की. വരുമാനം ഇല്ലാതിരുന്നിട്ടാണോ? അല്ല, വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ആ വരുമാനങ്ങളൊക്കെയും അവരെ പേഴ്സണൽ ആയിട്ടൊക്കെയും പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു കാര്യം. कमाई तो उनको बहुत थे, लेकिन उस कमाई को उन्होंने गलत तरीके से उसका उपयोग किया, इसलिए ऐसा हुआ है. അപ്പം അതുകൊണ്ട് പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭ മുടങ്ങിപ്പോയി, അത്ഭുതങ്ങളും അടയാളങ്ങളും മുടങ്ങിപ്പോയി, ദൈവപ്രവർത്തികൾ മുടങ്ങിപ്പോയി. ദൈവസഭ വളരുന്നതിന് ദൈവം കൊടുത്ത കൃപാവരങ്ങൾ ദുരുപയോഗം ചെയ്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു. इसके द्वारा जो है परमेश्वर की काम का रुकावट हुआ है, पवित्र आत्मा के काम रुक गया है, कलीसिया की बढ़ोतरी भी रुक गया है. അതുകൊണ്ട് സഭകളുടെ വർധനവ് അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ എന്താ പറയുന്ന മാനുഷികപരമായിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ വലുതായിട്ടുണ്ട്, പക്ഷേ ആത്മാക്കളില്ലാതെ. लेकिन परमेश्वर के इस इच्छा के अनुसार काम नहीं हुआ, इस वजह से क्या है, ആത്മാവും की छुटकारा नहीं हुआ. ദൈവത്തിന് ഇൻഫ്രാസ്ട്രക്ചർ അല്ല വലുത്. കാരണം ഞാൻ പറയട്ടെ, ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം മാറും. ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഒഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ഭൂമിയിലുള്ളതായിരിക്കും സകലതും മാറിപ്പോകുന്നു, ആകാശം പോലും മാറിപ്പോകുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. इस पृथ्वी के अंदर की जो कुछ है वो सब हट जाएगा, क्योंकि परमेश्वर का वचन कहता है कि सारे पृथ्वी जो है ठल जाएगी. അപ്പം ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം ഒരു മിനിറ്റ് കൊണ്ട് തകർന്ന് തരിപ്പണമായി പോകും. പക്ഷേ അതുണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് പറന്നു പോകാൻ കഴിയുന്ന ആത്മാക്കളില്ലെങ്കിൽ, കർത്താവിൻ്റെ വരവിൽ അല്ലെങ്കിൽ ആ കാഹളം ധ്വനിക്കുമ്പോൾ അത് കർത്താവിൻ്റെ സഭയിലേക്ക് എടുക്കപ്പെടാൻ ആത്മാക്കളില്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടായിട്ട് പ്രയോജനം. और हमें इस पृथ्वी के अंदर बड़े बड़े बिल्डिंग बना के रख दिया, उसके अंदर परमेश्वर के पास जाने के लिए कोई आत्मा नहीं है, परमेश्वर के आने पर उठाए जाने वाले कोई भी आत्मा नहीं है, तो उसका कोई फायदा नहीं है. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുകയില്ല, എന്നാലും പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. ഒരു വലിയ എഞ്ചിനീയറിംഗ് കോളേജ് ഒരു വലിയ വികാസമാണ്. एक जगह पे एक जो है एक व्यक्ति जो है बड़ा എഞ്ചിനീയറിംഗ് കോളേജ് को बना दिया. അനേക ഏക്കറുകൾ വാങ്ങിച്ച് വലിയ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളൊക്കെയും പണിത് എല്ലാ ഫെസിലിറ്റികളും ഒക്കെയും ചെയ്ത് പണിത് വെച്ചു. ये बहुत जगह ज़्यादा जगह खरीद के वहाँ पे जो है बहुत अच्छा बिल्डिंग बना दिया. പക്ഷെ അവിടെ സ്റ്റുഡൻസിനെ കിട്ടുന്നില്ല. वहाँ पे जो है उनको सीखने के लिए कोई विद्यार्थी लोग വളരെ ചുരുക്കം സ്റ്റുഡൻസുകളെ, കയ്യിൽ എണ്ണാവുന്ന സ്റ്റുഡൻസുകൾ, അത് പെന്തിക്കോസ്ത് സഭകളിൽ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്റ്റുഡൻസുകൾ മാത്രമേ വരുന്നുള്ളൂ.
वहाँ पे जो बहुत कम विद्यार्थी लोग आते हैं, അനേക ആയിരക്കണക്കിന് പണം ചെലവാക്കി बहुत ज्यादा पैसे खर्च किए, ഇൻഫ്രാസ്ട്രക്ചർ പണിത് വെച്ചിരിക്കുക, बिल्डिंग बना के रख പക്ഷെ दिया, പ്രയോജനമില്ല. लेकिन कोई फायदा नहीं. ഇങ്ങനെ വരത്തുള്ളൂ. ऐसा ही होगा. കാരണം ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുവാൻ തന്നിരിക്കുന്ന പണങ്ങൾ നമ്മൾ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ദൈവാത്മാവ് അതിനെ അനുഗ്രഹിക്കത്തില്ല, അതൊരു ശാപമായി മാറും. जब परमेश्वर ने हमें परमेश्वर की कलीसिया के बढ़ोतरी के लिए जब उसके कोई फायदा देता है या पैसे देता है तो उसका दुरुपयोग करेंगे तो परमेश्वर हमें आशीष नहीं करेगा, ഞാൻ तो हमें പറഞ്ഞു श्राप വന്നപ്പോൾ करेगा. അങ്ങോട്ടൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോയെന്നേ ഉള്ളൂ. കാരണം ദൈവം നമുക്ക് തരുന്ന കൃപാവരങ്ങൾ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും ഫോക്കസ് കാര്യം. उसका खास बात यह है कि हमें परमेश्वर कोई वरदान देता है तो उसके द्वारा परमेश्वर की कलीसिया की बढ़ोतरी हो या आत्माओं की छुटकारा हो. ഓക്കെ, വിശ്വാസികൾ നമ്മൾ കണ്ടു, യേശുക്രിസ്തു അത്ഭുതം ചെയ്തു, ആത്മാക്കൾ തിരികെപ്പെട്ടു, അല്ലെങ്കിൽ കർത്താവിലേക്ക് നോക്കി. ശിഷ്യന്മാർ അത്ഭുതം ചെയ്തു, അവരെ എല്ലാവരും കർത്താവിനെ ശ്രദ്ധിക്കുവാനിടയിൽ സവാളരുവാനിടയിൽ. ഇത് മാത്രമല്ല, यीशु मसीह जो है चिन्ह और चमत्कार करने लगा तो लोग उनकी तरफ मुड़ने लगा या परमेश्वर की ओर मुड़ा, और उनके प्रेरित लोग, उनके चेले लोग भी जब चिन्ह और चमत्कार करने लगा तो लोग परमेश्वर की ओर मुड़ने लगा. എപ്പോഴും യേശുക്രിസ്തു വന്ന് തൊടണമെന്നോ അല്ലെങ്കിൽ ശിഷ്യന്മാർ തൊടണമെന്നോ പാസ്റ്റർമാർ തൊടണമെന്നോ ഒന്നും നിർബന്ധമില്ല. ഈ ഒരു മീഡിയകളും ഇല്ലാതെയും ദൈവത്തിന് ആവശ്യമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിയും. हमेशा जो है यीशु मसीह आपको छुए या कोई प्रेरित लोग आके छुए या कोई पासवान लोग छुए, इसकी कोई जरूरत नहीं है. कभी कभी जो है पवित्र आत्मा के द्वारा भी ये अचंभित बातें होते हैं. കർത്താവിന് അമാനുഷികപരമായി രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും. അതിന് മീഡിയയുടെ ആവശ്യമില്ല, പാസ്റ്റർമാരുടെ ആവശ്യമില്ല. परमेश्वर जो है अपनी तरफ से ही लोगों को चंगा करते हैं या अचंभित या चिन्ह और चमत्कार करते हैं, उसके लिए कोई इंसान की जरूरत नहीं होती. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയും, അതിന് ഒരാൾ ചെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. मृत्यु में गया हुआ लोगों को, मुर्दों को जिंदा कर सकते हैं. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ഈ ഭൂമിയിൽ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ട്, ദൈവമക്കളെ ദൈവം ആ സഭയിൽ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി അവരിൽ കൂടെ ചെയ്ത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. लेकिन परमेश्वर की इच्छा ये है कि जब परमेश्वर ने इस पृथ्वी में अपने कलीसिया को बनाया है, अपने परमेश्वर के दास लोगों को, पासवानों को बनाया है, तो परमेश्वर चाहते हैं कि उनके द्वारा ये सारे काम हो जाए. അത് നടക്കാതെ വരുമ്പോഴാണ് ദൈവത്തിന് അമാനുഷികപരമായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നത്. ये सब चीजें जब नहीं हो पाता तभी परमेश्वर जो है दूसरी तरीके से अपना काम को करवाते हैं. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ അവരെ നടത്തി ചെന്നപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ ആത്മാവിനെ അവർ പരീക്ഷിച്ചു എന്നാണ് പറയുന്നത്. हाँ, इसराइल लोगों के अंदर हम देख सकते हैं कि परमेश्वर कहते हैं कि मेरे आत्माओं को उन्होंने परखा है करके. കാരണം ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ദൈവം ചെയ്തിട്ടും അവരെ കർത്താവിനെ വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിന്നില്ല. അവർ അവിശ്വസ്തത കാണിച്ചു. इतने चिन्ह और चमत्कार देखने के बावजूद भी इसराइल लोग जो परमेश्वर के ऊपर विश्वास नहीं किया, परमेश्वर के साथ बन के नहीं रहा. അത് ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമായി. ये परमेश्वर की पवित्र आत्मा को दुखित किया. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവം നമുക്ക് ഈ നവയുഗത്തിൽ അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ ഈ നവകൃപാവരങ്ങളും ധാരാളമായി നൽകി തരുന്നത് കൊണ്ട് അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യാതെ ലഭിക്കുന്ന കൃപാവരങ്ങൾ ദൈവിക രാജ്യത്തിന്റെ അല്ലെങ്കിൽ സഭയുടെ വളർച്ചയ്ക്ക് മാത്രം ഉപയോഗിക്കുവാൻ വളരെ വിശ്വസ്തതയോടുകൂടെ, വളരെ വിവേചനത്തോടുകൂടെ നമ്മളായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. इसलिए हमें ध्यान रखना होगा, परमेश्वर अगर हमें कोई वरदान देता है तो उसके द्वारा परमेश्वर की कलीसिया की बढ़ोतरी हो, कोई अब उसका दुरुपयोग ना करे. അത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. उसमें हमें ध्यान देना है. ഇനിയും അനേക വിടുതലുകൾ നടന്നതിനെ കുറിച്ച് ഒന്ന് രണ്ട് ഭാഗങ്ങളോടെ നമുക്കൊന്ന് നോക്കാം. और अब हम और देखेंगे कि छुटकारा जहाँ जहाँ हुआ है उसको एक बार पढ़ेंगे. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ എടുത്ത് വായിക്കുന്നില്ല, ഞാൻ ആ പോയിന്റുകളെല്ലാം പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അപ്പോസ്തലന്മാരുടേതായ വിടുതലുകൾ, അപ്പോസ്തലന്മാരിൽ കൂടെ പരിശുദ്ധാത്മാവ് ചെയ്ത അല്ലെങ്കിൽ ദൈവിക കൃപാവരങ്ങൾ ജ്വലിപ്പിച്ച് ദൈവം ചെയ്ത വിടുതലുകളെ പറ്റി നമുക്ക് കാണാൻ കഴിയും. वहाँ पे प्रेरितों के द्वारा परमेश्वर ने किया हुआ चिन्ह और चमत्कार के बारे में हम देख सकते हैं कि प्रेरितों की किताब 5:17 से 20 तक पढ़ेंगे. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയും 16-ാം അധ്യായത്തിന്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പത്രോസിന്റെയും പൗലോസിന്റെയും ശീലാസിൽ കൂടെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരായിരിക്കുന്ന ഈ 3 പേരിൽ കൂടെ കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ അല്ലെങ്കിൽ ദൈവിക കൃപാവരങ്ങൾ ജ്വലിപ്പിക്കപ്പെട്ട് ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും.
और उसके बाद हम प्रेरितों की किताब 12 के 1 से 10 तक और प्रेरितों की किताब 16 के 15 से 30 तक पढ़ेंगे तो वहाँ पे पत्रुस पौलुस और शिलास के द्वारा हुआ चिन्ह और चमत्कार के हम देख सकते हैं. അതുപോലെ തന്നെ അമാനുഷികപരമായിരിക്കുന്ന വേറൊരു വലിയ പ്രവൃത്തിയാണ് ഈ അടയാളങ്ങളിൽ കൂടെ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ അടയാളം സൈൻസ് ആൻഡ് വണ്ടേഴ്സ് എന്ന് പറയുന്നതായ ആ കൃപാവരങ്ങളുടെ ഉള്ളിൽ കാണുന്ന ഒരിതാണ്. ഒരിടത്തു നിന്നും വേറൊരിടത്തേക്ക് യാതൊരു മാധ്യമവും ഇല്ലാതെ അല്ലെങ്കിൽ വാഹനങ്ങളില്ലാതെ തന്നെ നമ്മളെ കൊണ്ടുപോകാൻ ദൈവാത്മാവിന് കഴിയും. और को बिना कोई उस तरीके से या कोई बिना आत्मा के द्वारा ही होने वाली एक बात है जो है परमेश्वर हमें एक जगह से दूसरी जगह लेके जा सकते हैं कोई गाड़ी के बिना या कोई और तरीके से. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് ഫിലിപ്പോസ് കന്ദക്ക എന്ന് പറയുന്നതായ രാജ്യത്തിന് കടന്നു വന്ന ഭണ്ഡാര വിചാരനായിരിക്കുന്ന ആ മന്ത്രിയോട് സുവിശേഷം അറിയിക്കുകയും അവനെ സ്നാനപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയെന്നാണ് നമ്മൾ കാണുന്നത്. वहाँ पे हम प्रेरितों की किताब 8 के 39 में पढ़ते हैं कि पवित्र आत्मा के द्वारा हुआ वहाँ पे चिन्ह और जो चमत्कार को देख सकते हैं. फिलिप्पोस को जब वो जो कंदका जगह की उस अधिकारी को जो है बपतिस्मा देने के बाद पवित्र आत्मा उनको उठा के ले गया करके हम देखते हैं. ഫിലിപ്പോസിനെ ദൈവം എടുത്ത് വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. फिलिप्पोस को परमेश्वर ने वहाँ से पवित्र आत्मा उठा के दूसरी जगह ले गया. കൊണ്ടുപോയത് എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയത്തില്ല. वो कैसे ले गया करके हम नहीं जानते. ദൈവത്തിന്റെ സർവ്വശക്തിയാണ് അല്ലെ പരിശുദ്ധാത്മാവിന്റെ അമാനുഷിക ശക്തികളുടെ ഒരു പ്രവർത്തനമാണ്. वो परमेश्वर की सामर्थ्य या पवित्र आत्मा की सामर्थ्य. അപ്പോൾ ദൈവത്തിന് ഞാൻ പറയട്ടെ മീഡിയകൾ വേണം മാധ്യമങ്ങൾ വേണം എന്നൊന്നും നിർബന്ധമില്ല ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ. तो परमेश्वर को अपने काम को करने के लिए किसी चीज की जरूरत नहीं അത് होती. ദൈവസഭയായിരിക്കുന്ന നിങ്ങളിൽ കൂടെ ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്ന നിങ്ങളിൽ കൂടെയും എന്നിൽ കൂടെയും അല്ലെങ്കിൽ അഭിഷിക്തന്മാരായിരിക്കുന്നവരിൽ കൂടെയും വിശ്വാസികളിൽ കൂടെയും ഒക്കെയും ദൈവത്തിന് ചെയ്യാൻ കഴിയും. वो परमेश्वर के कलीसिया के लोगों के द्वारा पासवानों के द्वारा परमेश्वर के ऊपर विश्वास करने वाले हर एक लोगों के द्वारा परमेश्वर वो कर सकते हैं. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് ദൈവം എന്നാൽ സഭയെ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ സഭയിലുള്ള വ്യക്തികളെ വിശ്വസിക്കുന്നു. അവരിൽ കൂടെ അത് ചെയ്ത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നു ദൈവം ആഗ്രഹിക്കുന്നു. लेकिन परमेश्वर ये इच्छा रखता है कि परमेश्वर की कलीसियाओं के द्वारा या कलीसिया के लोगों के द्वारा अपने बच्चों के द्वारा ये काम होए करके परमेश्वर इच्छा रखते हैं. ഹല്ലേലൂയ. हालेलुया. ദൈവം നമ്മളിൽ കൂടെയാണ് മഹിമപ്പെടാൻ ആഗ്രഹിക്കുന്നത്. परमेश्वर हमारे द्वारा अपना महिमा चाहते हैं. റോമാലേഖനം 8-ാം അധ്യായത്തിനകത്ത് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. रोमन की किताब उसका पहला अध्याय में हम पढ़ते हैं. ദൈവത്തിന്റെ ആദർശ്യ ലക്ഷണങ്ങൾ അവന്റെ സൃഷ്ടിക്ക് മുന്നേ വെളിപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നു. परमेश्वर की सृष्टि का जो सृष्टि जो है उनके कामों के द्वारा प्रकट हुआ है करके हम देखते हैं. അതിന്റെ 20-ാമത്തെ വാക്യം റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. रोमन की किताब उसका 1:20. ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ ദൈവപ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. लिखा है उसके अनदेखे गुण उसकी सनातन सामर्थ और परमेश्वर जगत की सृष्टि के समय से उसके कामों के द्वारा देखने में आते हैं. എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ സൃഷ്ടികളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സർവ്വവല്ലഭത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. इसका मतलब यह है कि अगर परमेश्वर की सारे सृष्टियों को हम एक बार परख के देखें या उनको अच्छी तरह से जांचे तो हमें ये पता चल जाए कि परमेश्वर के उस सर्वशक्ति के बारे में. ആ ദൈവം ആരെയും നിങ്ങളെയോ എന്നെയോ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരെയോ അബ്രഹാമിനെയോ ആദാമിനെയോ ഒന്നും ഇതിന് ആ പ്രവൃത്തി ചെയ്യാനായിട്ട് കൂടെ വിളിച്ചില്ല. परमेश्वर ने अपने हमारे कोई भी पुरानियों या पुराने अपने पिताओं को नहीं बुलाया अपने काम करने के लिए. ദൈവം തന്റെ സർവ്വശക്തി കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്നതും കാണപ്പെടാത്തതുമായ സകലതിനെയും സൃഷ്ടിച്ചത്. परमेश्वर ने अपने सामर्थ के द्वारा उस सर्वशक्ति के द्वारा सारे सृष्टि किया है. ആമേൻ. आमेन. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ഈ ഭൂമിയിൽ എന്ത് ചെയ്യണമെങ്കിലും അത് മനുഷ്യനിൽ കൂടെ ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. लेकिन परमेश्वर ने जब इंसान की सृष्टि किया उसके बाद जो है परमेश्वर ये चाहता है कि जो भी बात इस पृथ्वी के अंदर होए वो इंसान के द्वारा ही होए. കാരണം മനുഷ്യനെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചു. ഭൂമി മനുഷ്യന്റെ കയ്യിൽ ദൈവം കൊടുത്തിരിക്കുകയാണ്. क्योंकि परमेश्वर ने पृथ्वी का सृष्टि करके उस पृथ्वी को इंसान को दिया है. ആദാമിനെ ഹവ്വായും സൃഷ്ടിച്ചപ്പോൾ അത് മാനവജാതിയുടെ ഒരു മുഴുവൻ ഒരു എന്താ പറയുക റെപ്രസെന്റേറ്റീവ് ആണ് അവരെ സൃഷ്ടിച്ചപ്പോൾ അല്ലെ മാനവജാതിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ
സൃഷ്ടിച്ചപ്പോൾ जब इंसान की सृष्टि किया है परमेश्वर ने, അവരോട് പറഞ്ഞത് ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തിലുമുള്ള സകലതിനെയും നിങ്ങൾ വാഴണം എന്നുള്ളതായിരിക്കുന്ന ഒരു വാക്തത്വം ദൈവം അവർക്ക് എന്താ പറയുന്നത് കൈമാറ്റം നടത്തിയ ഒരു വാക്തത്വം അവിടെ കിടപ്പുണ്ട്. तो परमेश्वर ने इंसान को एक वायदा दिया था. वो वायदा ये है कि आकाश और पृथ्वी और समुद्र में जितने भी वस्तुएं हैं, जंतुएं हैं, उन सब के ऊपर तुम अधिकार रखो. वो वायदा परमेश्वर ने उनको दिया था. ആ വാക്തത്വം കിടക്കുന്നിടത്തോളം കാലം ദൈവം മനുഷ്യനിൽ കൂടെയാണ് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് അത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. जब तक वो वायदा इंसान के ऊपर पड़ा है, उस वायदे के अनुसार परमेश्वर कुछ भी करना चाहते हैं तो वो इंसान की ओर ही या इंसान के द्वारा ही करना चाहते हैं. അതുകൊണ്ട് ഇപ്പോഴും ദൈവം എന്തു ചെയ്യണമെങ്കിലും ദൈവത്തിന്റെ സഭയെ, അതുകൊണ്ടാണ് ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. ലോകമാനവജാതികൾ മുഴുവൻ കൂടെ ദൈവത്തെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ അനുസരിക്കുന്ന ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു കൂട്ടത്തിൽ കൂടെ ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്ത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്ന ദൈവം ആഗ്രഹിക്കും. അതുകൊണ്ടാണ് സഭയെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. पूरे दुनिया के लोगों के द्वारा ये काम होया करके परमेश्वर नहीं चाहता है. परमेश्वर चाहता है कि अपने कलीसिया के द्वारा, अपने चुनाव हुआ जो कलीसिया झुंड जो है, परमेश्वर के लोग जो है, उनके द्वारा ये काम होना परमेश्वर चाहते हैं. ആമേൻ, ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ടാണ് ദൈവം വിശ്വസ്തരായിരിക്കുന്നവരെ അന്വേഷിക്കുന്നത്. इसलिए परमेश्वर जो है, परमेश्वर के ऊपर ज्यादा विश्वास रखने वालों को या वो जो उनके ऊपर विश्वस्त रहने वालों को ढूंढते हैं. എങ്ങനെയാണോ അനുസരണമുള്ളവരിൽ കൂടെ അല്ലെങ്കിൽ അനുസരണമുള്ള കർത്താവിൽ കൂടെ ദൈവം ലോക മാനവ ജാതിക്ക് മുഴുവൻ രക്ഷയൊരുക്കിയതോ, जैसे परमेश्वर ने पूरे दुनिया के लोगों को एक व्यक्ति के द्वारा छुटकारा दिया, അതുപോലെ തന്നെയാണ് ദൈവം വിശ്വസ്തരായിരിക്കുന്നവരിൽ കൂടെ അനേകരുടെ രക്ഷയ്ക്ക് ദൈവം നിങ്ങളെ കാരണമാക്കിയത്. वैसे एक भरोसा रखने वाले लोगों के द्वारा परमेश्वर बहुत सारे लोगों को छुटकारा चाहते हैं. ഇനി നമ്മൾ ഈ പഠിച്ചതായ കൃപാവരങ്ങളുടെ എല്ലാം പ്രധാന തത്വം എന്താണെന്ന് ഇവിടെ പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് തന്നെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. तो ये सारे जो हमने सीखा हुआ बातों का गुप्त बात क्या है? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ധൈര്യവും അധികാരവും ഉളവാകുവാൻ, നമുക്ക് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ അല്ലെങ്കിൽ ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ധൈര്യവും അതിനുള്ള അധികാരവും നമുക്ക് ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവിനാൽ പകരപ്പെടുന്ന ഒരു പ്രത്യേക അഭിഷേകമാണ് ഈ കൃപാവരങ്ങളെല്ലാം. उसके लिए नववरदान जो मिलता है, उसका पहली बात यह है कि वो पूरे कलीसिया की बढ़ोतरी के लिए या उसके बढ़ोतरी के लिए काम करने का हिम्मत और सामर्थ हमारे अंदर आने का अभिषेक है. അതാണ് അത് നമ്മൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ये कैसे हम काम में ला सकते हैं? അത് നമ്മുടെ ആധരങ്ങളിൽ കൂടെ ആ വാക്കുകൾ നമ്മൾ ഉരുവിടുമ്പോൾ ദൈവം അതിന്റെ മേൽ പ്രവർത്തിക്കും. हम अपने होठों के द्वारा या हम अपने मुंह के द्वारा जब वो बोलेंगे, परमेश्वर उसके ऊपर कार्य करते हैं. ദൈവം ആ തത്വത്തെ മാറ്റിയിട്ടില്ല. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോഴുള്ള അതേ തത്വം ഇപ്പോഴും ദൈവം നിലനിർത്തിയിരിക്കുകയാണ്. जब परमेश्वर ने इस पृथ्वी को बनाया था, उस समय जो भी बातें परमेश्वर ने रखा था, वो सारे बातें अभी भी है. എന്താണ് ആ തത്വം? वो क्या है? उसने വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. जो रोशनी हो जाए करके परमेश्वर ने कहा. അതിന്റെ അർത്ഥം എന്താണ്? ദൈവം തന്റെ ആദരം തുറന്ന് അത് പറഞ്ഞു. तो इसका मतलब परमेश्वर ने अपना मुंह खोल के बोला. അതേ തത്വം തന്നെയാണ് ദൈവസഭയിൽ ആത്മാക്കൾ ഉരുവാകുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത്. वही बात है आजकल कलीसिया के अंदर आत्मा की छुटकारा के लिए भी चाहते हैं. നമ്മുടെ മേൽ അല്ലെങ്കിൽ അഭിഷക്തന്മാരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ അഭിഷേകം, അതിന്റെ ശക്തിയും നാം നമ്മുടെ ആധരങ്ങളിൽ കൂടെ പ്രകടിപ്പിക്കുമ്പോൾ ദൈവം സൃഷ്ടിക്കുന്നു. जब हमारे ऊपर या परमेश्वर के दास लोगों के अंदर या पासवानों के अंदर दिया हुआ उस सामर्थ्य के द्वारा जब हम बोलेंगे तो उस बातों के ऊपर परमेश्वर कार्य करते हैं. അത് മാത്രമല്ല, അത് നമ്മൾ ചെയ്യുമ്പോൾ ചിലയിടങ്ങളിൽ കർത്താവ് പറഞ്ഞു, ചിലയിടങ്ങളിൽ കർത്താവ് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ പറഞ്ഞു, ചിലയിടങ്ങളിൽ പ്രവർത്തിച്ചു, ചിലരെ കയ്യെ പിടിച്ച് ഉയർത്തി, ചിലരോട് പോകാൻ പറഞ്ഞു. ഇതെല്ലാം വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും വെളിപ്പെടുത്തുന്നതാണ് ഈ കൃപാവരങ്ങളെല്ലാം. हमने देखा है कि यीशु मसीह भी बहुत जगह अपने मुंह से बोला और अपने हाथों के द्वारा काम किया है करके देखते हैं. प्रेरित लोग भी अपने मुंह से बोला और उनके कामों के द्वारा भी प्रकट किया करके हम देखते हैं. അതിന്റെ പ്രധാന കാരണം ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ, നമ്മുടെ മേൽ പകരപ്പെടുന്ന ദൈവിക അഭിഷേകം അല്ലെങ്കിൽ ധൈര്യവും ശക്തിയും അധികാരവുമാണ്. ये सारी बातें उसके ऊपर निर्भर है कि हमारे ऊपर दिया हुआ उस हिम्मत और सामर्थ के द्वारा. ശക്തിയായി അതിനുശേഷം അത് അധികാരമായി നമ്മളിൽ വെളിപ്പെടുവാനിടയാണ്. सबसे पहले वो सामर्थ्य बन के उसके बाद वो एक अधिकार बन के हमारे ऊपर कार्य करे. അപ്പോൾ നമ്മൾ ധൈര്യത്തോടുകൂടെ ആ പ്രവൃത്തികൾ ചെയ്യാനിടയാണ്. तब हम हिम्मत के साथ उस काम को करेंगे. അത് ദൈവസഭയ്ക്ക് ആത്മാക്കളെ ചേർക്കുന്നതിന് കാരണമായി.
वो हमें कलीसियाओं में लोगों को लाने के लिए या उनके लोगों के आत्माओं के छुटकारा के लिए कार्य करेगा। ഈ കൃപാവരങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇതിന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം, അതിന്റെ കഴഞ്ചെന്ന് പറയുന്നത് ആത്മാക്കളുടെ വിടുതൽ അല്ലെങ്കിൽ ദൈവസഭയുടെ വളർച്ചയാണ്. ये सारे वरदान जो परमेश्वर ने हमें इसलिए दिया है कि आत्माओं की छुटकारा के लिए या कलीसिया की बढ़ोतरी के लिए। അത് വിട്ട് മാറി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിശ്വസ്തരായി ആ കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ ദൈവപ്രവൃത്തി നടക്കുകയില്ല. उसमें से अलग होके अपने हिसाब के अनुसार चलने वाले लोगों के अंदर परमेश्वर की कार्य नहीं होगा. അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. वहाँ पे पवित्र आत्मा जो दुखित हो जाते हैं. ദേശത്ത് നിങ്ങളെ എന്നെയും അയച്ചിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാതിരിക്കുമ്പോൾ എല്ലാ ഇടങ്ങളിലും അതിന് തടസ്സങ്ങളുണ്ടാകും. हाँ, परमेश्वर ने हमें जहाँ पे खड़ा कर रखा है, जहाँ पे बना के रखा है, वहाँ पे अगर परमेश्वर के काम नहीं होगा तो परमेश्वर या पवित्र आत्मा दुखित होगा, सारे काम रुक जाएगा. അതുകൊണ്ട് 2020 വരെ എങ്ങനെ പോയോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. इसलिए हम 2020 तक कैसे चलाए करके सोचने की जरूरत नहीं है, നീക്കുപോക്കിന്റെ ദൈവമാണ്. क्योंकि हमारा परमेश्वर जो है എല്ലാത്തിനെയും ക്രമീകരിക്കുന്ന ദൈവം, എല്ലാത്തിനെയും सारी चीजों को संभालने वाला है, മടക്കി വരുത്തുന്ന ദൈവമാണ്. या हमें वापस स्थिति में वापस लाने वाला परमेश्वर. ദൈവജനം സഭ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ 1 എന്ന് മുതൽ വീണ്ടും തുടങ്ങുവാൻ ദൈവം വിശ്വസ്തനാണ്. और कलीसिया वापस आने के लिए परमेश्वर की ओर मुड़ने के लिए तैयार है, तो पहले से शुरू करने के लिए परमेश्वर तैयार है. കാലങ്ങൾ കഴിഞ്ഞുപോയി, വർഷങ്ങൾ കഴിഞ്ഞുപോയി, സമയങ്ങൾ നീണ്ടുപോയി എന്നൊന്നും നമ്മളോർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. हाँ, समय बीत गया करके सोचने की जरूरत नहीं है. വിശ്വസ്തയോടുകൂടെ പൂർണ്ണമായ ഒരു മടങ്ങിവരവ് ദൈവസഭയ്ക്കും ദൈവജനത്തിനും ഉണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ പ്രവർത്തിക്കുവാനും ദൈവം വിശ്വസ്തനാണ്. अगर भरोसेमंद बनते हुए परमेश्वर के पास मुड़ के आने के लिए या वापस आने के लिए अगर आप तैयार है तो परमेश्वर अभी आपके साथ मिलकर कार्य करने के लिए तैयार है. 2020-21 പരിശുദ്ധാത്മാവിന്റെ വർഷമായിട്ടാണ് ഞാൻ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ദൈവാത്മാവിനെ പഠിപ്പിച്ചു. 2021 जो है पवित्र आत्मा के साल करके मुझे पता चला है. പരിശുദ്ധാത്മാവിന്റെ വർഷം എന്ന് പ്രത്യേകം പറയാൻ കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത അനേക കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി കൊണ്ട് ദൈവത്തിന്റെ സഭയ്ക്ക് അതിന്റെ മുകളിൽ കൂടെ ധൈര്യപൂർവ്വം മുന്നേറുവാൻ കഴിയും. ये 2021 जो है बहुत सारी बातें होने वाली है, लेकिन अगर परमेश्वर के ऊपर विश्वास करने वालों को या पवित्र आत्मा के ऊपर विश्वास करने वालों के लोगों को उन सब चीज़ों को आगे करने का या निबट के चलने का हिम्मत परमेश्वर देगा. യെശയ്യാ പ്രവാചകത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ അത് നിന്നെ കവരുകയില്ല, നീ തീയിൽ കൂടെ കടന്നുപോയാലും അതിന് ദഹിപ്പിക്കുകയില്ല എന്നൊക്കെ നമ്മൾ വായിക്കും. यशायाह की किताब में हम पढ़ते हैं कि अगर तुम आग से होकर चले तो वो तुम्हें जलाएगा नहीं, और पानी के ऊपर अंदर चलेगा तो वो तुम्हें डुबाएगा नहीं है करके हम पढ़ते ഈ हैं. 2021 എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള ഒരു വർഷമാണ്. ये जो 2021 का सदी जो है वो साल जो है वैसा ही होगा. തീയുടെയും വെള്ളത്തിന്റെയും ഒക്കെയും കടന്നുവരവുകൾ അല്ലെങ്കിൽ അതിക്രമങ്ങൾ ഉണ്ടാകും. हाँ, जैसे आग और जल की बहुत ऐसे परिस्थितियां हमारे साथ आएगा. അതിന്റെ ഉദ്ദേശം പ്രതികൂല നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലവിലുള്ളതായിരിക്കും അനേക കാര്യങ്ങൾ സംഭവിക്കും. इसका मतलब है हमें बहुत मुश्किल परिस्थिति से गुजरना पड़ेगा. നിങ്ങൾ അതിൽ കൂടെ കടന്നു പോകേണ്ടി വരും. आपको उसके अंदर से गुजरना पड़ेगा, അതൊന്നും നിങ്ങളെ ബാധിക്കില്ല. लेकिन वो सब आपको छुएगा नहीं. ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. परमेश्वर आपके साथ होगा. പരിശുദ്ധാത്മ നിങ്ങളെ വഴി നടത്തും. पवित्र आत्मा आपको വഴി चलाएगा. ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളു എന്ന ശബ്ദം ദൈവം നിങ്ങളെ കേൾപ്പിക്കും. रास्ता यही है, यहीं से चलो करके आपको आवाज അവന്റെ सुनाई देगा. വചനം നിങ്ങൾക്ക് പാതയ്ക്ക് ദീപവും വഴിക്ക് വെളിച്ചവുമായിരിക്കും. उनका वचन जो आपका मार्ग के लिए दीप और आपके पाँव के लिए उजाला होगा. കൂടുതലായി പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയാനുള്ള ഒരു പുതിയ വർഷമായി 2021 മാറും എന്നൊരു സംശയം. 2021 जो है परमेश्वर को और चक्के देखने का और परमेश्वर को और जानने का एक साल होगा. പരിശുദ്ധാത്മാവിന്റെ ആ അറിയിപ്പ് അല്ലെങ്കിൽ ആ ചേതാവണി അല്ലെങ്കിൽ ആ വാണി ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കും. पवित्र आत्मा की वो चेतावनी एक बार और बता के मैं खत्म करूंगा. മടങ്ങി വരിക, ദൈവം വിശ്വസ്തനാണ്. वापस आ जाओ, परमेश्वर भरोसेमंद है. വിശ്വസ്തരായിരിക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ. भरोसेमंद रहो और परमेश्वर के कार्य को देखो. ലഭിക്കുന്ന കൃപാവരങ്ങൾ ദൈവനാമത്തിന്റെ ദൈവസഭയുടെ അനുഗ്രഹത്തിനായി ഉപയോഗിക്കുക. ദൈവം നമ്മളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കും. जो आपका मिला हुआ वरदान जो है परमेश्वर की कलीसिया की बढ़ोतरी के लिए, परमेश्वर की राज्य की बढ़ोतरी के लिए उपयोग करिए. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. अपनी आंखों को बंद करेंगे, हम प्रार्थना करेंगे. സ്വർഗ്ഗപിതാവേ, നല്ല കർത്താവേ, സങ്കരയാമത്തിനായ നന്ദിയോടെ സ്തോത്രം. स्वर्गीय पिता, इस सुंदर शाम के समय के लिए एक बार और हम धन्यवाद करते हैं. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചും
അവിടുത്തെ അത്യന്ത ശക്തിയെക്കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചും കൃപാവരങ്ങളെക്കുറിച്ചും ഒക്കെയും അനേക കാര്യങ്ങൾ ചിന്തിക്കുവാൻ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നിങ്ങളെ സഹായിച്ചു. परमेश्वर पिछले एक साल जो है पवित्र आत्मा के बारे में, उनके वरदानों के बारे में और उनके सामर्थ्य के बारे में सीखने के लिए हमें सहायता किया। വളരെ ചുരുക്കമായ കാര്യങ്ങൾ മാത്രമേ പഠിക്കുവാൻ കഴിഞ്ഞുള്ളൂ. परमेश्वर बहुत कम चीजें, बहुत कम बातों को हमने सीखा है। അങ്ങനെ ആത്മാവിനെ കുറിച്ചും അവിടുത്തെ കൃപാവരങ്ങളെ കുറിച്ചും ഇനിയും അധികമായി പഠിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. आपकी इच्छा है तो परमेश्वर आपके पवित्र आत्मा के बारे में, उनके वरदानों के बारे में और सीखने के लिए हमारी सहायता करिए। ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരണം. गहराई के आपके गुप्त बातों को हमें सिखाइए। കേട്ടവരെയും കേൾക്കുന്നവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കും. हमें सुनने वालों को और जो लोग सुने हैं प्रभु उनको आशीष करिए। ക്ലാസ്സുകളൊക്കെയും കേൾക്കുന്നവർക്ക് അനുഗ്രഹമാക്കി തരണം. जो क्लास जो भी सुने हैं प्रभु उनको आशीष का कारण बनाए। കേട്ട് അഥവാ മറന്നു കളയുന്നവരായിട്ടല്ല, അതിൽ നിലനിൽക്കുവാൻ ദൈവം സഹായിക്കും. परमेश्वर जो सुन के भूलने वाले नहीं, उनके अनुसार चलने वाले बनने पाए। പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. पिता पुत्र पवित्र आत्मा के नाम से आपके लोगों को मैं आशीष करता हूँ। കൃപയിൽ മറയ്ക്കണം. आपकी कृपा में उनको छुपाइए। प्रार्थना हो आपने सुन लिया इसलिए धन्यवाद। യേശുവിന്റെ നാമത്തിൽ. यीशु मसीह के नाम से Praise the Lord. Amen. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको आशीष करने पाए। പരിശുദ്ധാത്മാവ് മൂന്നുവിധമായ ത്രിവിധമായ അഭിഷേകം, ദൈവീയ കൃപാവരങ്ങൾ എന്നുള്ളതായ ക്ലാസ്സുകളൊക്കെയും വളരെ ചുരുക്കമായി പലയിടങ്ങളിൽ നിന്നും നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുവാനിടയായി. കഴിഞ്ഞ ഒരു വർഷം 2020 മുഴുവൻ ദൈവം ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ നിലനിൽക്കുവാൻ ദൈവം സഹായിച്ചു. അനേക കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. पिछले एक साल जो है हमने पूरा पवित्र आत्मा के बारे में, उनके वरदानों के बारे में सीखा है। ദൈവം അനുവദിച്ചാൽ നമ്മൾ 2021 പ്രവേശിക്കുമ്പോൾ കർത്താവിന് വരെ താമസിക്കുമെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 സബ്ജക്റ്റുകൾ ദൈവാത്മാവ് തന്നിട്ടുണ്ട്. അതിൽ കർത്താവ് പ്രേരിപ്പിക്കുന്നത് പോലെ ഒരു സബ്ജക്റ്റ് വീണ്ടും നമ്മൾ ബൈബിൾ സ്റ്റഡിക്കായിട്ട് എടുക്കുന്നതായി. और परमेश्वर की इच्छा है और यीशु मसीह की आगमन देरी है तो हम 2021 में भी परमेश्वर ने 2-3 विषय दिया हुआ है, उसके बारे में सोचेंगे और एक विषय के बारे में हम पढ़ेंगे। യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, മറ്റുള്ളവരെ നിങ്ങളെ പ്രേരിപ്പിക്കണം, ഇത് കാണുവാനും ശ്രദ്ധിക്കണം. हमारे यूट्यूब चैनलों को आप सब्सक्राइब कर लीजिए, दूसरों को बताइए और वो दूसरों को आशीष का कारण बने पाए। നാളെ രാത്രി 10:30 മുതൽ 12 മണി വരെ, 12-12:15 വരെ നമുക്ക് വാച്ച് നൈറ്റ് സർവീസ് ഉണ്ടായിരിക്കും. हम कल भी 31 तारीख को शाम को 10:30 बजे से हम വാച്ച് നൈറ്റ് സർവീസ് होंगे। നിങ്ങൾക്ക് ഓൺലൈനിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുവാൻ കഴിയുമെങ്കിൽ, ഞങ്ങളോട് ചേരുവാൻ കഴിയുമെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളോട് ഒരുമിച്ച് ചേരുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു അനുഗ്രഹത്തോടെ നന്മയോടുകൂടി നമുക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം. आप में से कोई हमारे साथ आराधना करना चाहते हैं या तो आप लोग कोई भी मीडिया के द्वारा हमारे साथ जुड़िए और परमेश्वर के उस ये नए साल जो है परमेश्वर के साथ हम नए साल में प्रवेश करें। ലിങ്കുകളും ആടുകളും ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. आप सबको परमेश्वर आशीष करें।